ഹലോ, നമ്മളെല്ലാവരും അടുക്കളയിൽ ഏറ്റവും കൂടുതൽ കറ പിടിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കിച്ചൺ ടവലിലാണല്ലോ. അത് മാറ്റി എങ്ങനെ നന്നാക്കി എടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണിത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. എൻ്റെ ഈ കിച്ചൺ ടവലിൽ നന്നായി പൊടിയും കച്ചറെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിത് നല്ല ഭംഗിയാക്കി എങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. എത്ര ടവലാണ് ഉള്ളത് നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം എടുക്കാൻ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഡിറ്റർജൻറ്റോ ലിക്വിഡോ അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് പൗഡറോ ഇടുക. പിന്നെ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇടുക. അതിനുശേഷം നന്നായി വെള്ളം തിളപ്പിക്കണം. നന്നായി വെള്ളം തിളച്ച് വരുന്നത് വരെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്ടിരിക്കണം. നന്നായി വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മളെ കിച്ചൺ ടവൽ അതിലേക്ക് നന്നായി മുക്കി വെക്കുക. ഞാൻ ഇപ്പോൾ 2 കിച്ചൺ ടവലാണ് അതിലേക്ക് വെള്ളത്തിലേക്ക് വെച്ചിട്ടുള്ളത്. എല്ലാ ഭാഗത്തേക്കും നനവ് തട്ടുന്ന രീതിയിൽ വേണം നമ്മൾ കിച്ചൺ ടവൽ കുതിർത്ത് വെക്കാൻ. ഇനി ഇത് നന്നായിട്ട് വെള്ളത്തിൽ തന്നെ മുക്കി വെക്കുക. 1 മണിക്കൂർ നേരം മുക്കി വെക്കുക. എന്നാലേ ഇതിലെ ബാഡ് സ്മെല്ലും കറയും കച്ചറയെല്ലാം മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ നേരത്തെങ്കിലും നിങ്ങൾ മുക്കി വെക്കണം. ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ കിച്ചൺ ടവലിലുള്ള വഴുവഴുപ്പെല്ലാം നന്നായി മാറിക്കിട്ടും. അതിനാണ് ചൂടുവെള്ളം എടുക്കുന്നത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇടയ്ക്ക് നോക്കി കിച്ചൺ ടവൽ ഒന്ന് തിരിച്ചു മറിച്ചെല്ലാം ഒന്ന് ഇട്ടെടുക്കുക. ചൂടാറിയ ശേഷം നമ്മൾ നന്നായി ഒലുമ്പിക്കൊടുക്കുക. തിരുമ്പുന്ന കല്ലിലോ അല്ലെങ്കിൽ പാത്രത്തിൽ തന്നെ ഇതാക്കിയിട്ടെങ്കിൽ പാത്രത്തിൽ തന്നെ കുത്തി തിരുമ്പിയാലും മതി. ഇതുപോലെ നന്നായി പീഞ്ഞെടുക്കുക. എല്ലാവരും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് കമൻ്റ് അയക്കണേ എനിക്ക്. ഒലുമ്പുന്ന വെള്ളം ഒന്ന് മാറ്റിക്കൊടുക്കുക. പുതിയ വെള്ളം എടുത്തിട്ട് അതിലോട്ട് നല്ലതായിട്ടൊന്ന് പീഞ്ഞെടുക്കുക. എൻ്റെ കിച്ചൺ ടവലിലെ വഴുവഴുപ്പും കച്ചറയെല്ലാം മാറി നല്ല നീറ്റായിട്ടുണ്ട്. എൻ്റെ ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.